പെരുന്നാളാവാനായി ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവൂലേ. ബിരിയാണിയോ നെയ്ച്ചോറോ അതിൻ്റെ കൂടെ പായസം വേണമല്ലോ. ഞങ്ങളിവിടെ അടപ്പായസം, പിന്നെ ചെറുപ്പയർ പരിപ്പ് പായസം, സേമിയ പായസം, അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഞങ്ങൾ പെരുന്നാളിനൊരു മധുരമായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടാക്കിയാലോ. വാ, എങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 2 പാക്കറ്റ് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാലിങ്ങനെ തിളച്ച് പൊന്താതെ ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നത് നോക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് അതങ്ങനെ കുറച്ചങ്ങനെ തിളച്ചോട്ടെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. പാല് തിളച്ചിട്ട് ഒരു 10-12 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത സേമിയാണ് കേട്ടോ. അതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ളുപ്പ്. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത ചൊവ്വരി, അതായത് നമ്മൾ സാബോനരി, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസം കുറച്ചൊരു ഗോൾഡൻ കളർ ആവും, കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൂടുതലായിട്ട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. 2-3 തവണ തിളപ്പിച്ചെടുത്താലും മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം പാൻ ചൂടായതിനു ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ സേമിയ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സേമിയ പായസം നല്ല തിക്കായിട്ട് അവിടെ വെള്ളമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാൽപ്പൊടിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാബോനരി ഉള്ളതുകൊണ്ടാണ് തണുക്കും തോറും പായസം ഇങ്ങനെ തിക്നെസ് കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പാൽപ്പൊടിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നതാണ് ബെസ്റ്റ്. പാൽപ്പൊടിക്ക് പകരം പാല് നിങ്ങൾ തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പാൽപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു കുറുക്കും നല്ലൊരു തിക്നെസ് നല്ല ടേസ്റ്റും പാൽപ്പൊടിക്കാണ് കേട്ടോ ഉണ്ടാവുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക കുറച്ച്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക, സെർവ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ പായസമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ട്രൈ ആക്കല്ലേ പെരുന്നാളിന്. എന്നാൽ ഇത് തന്നെ ആയിക്കോട്ടെ കേട്ടോ. സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പം ശരി എന്നാൽ, ടാറ്റാ ബേബി.